ഹലോ. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറല്ല കേട്ടോ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സാമ്പാറാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ പരിപ്പിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് 2 വിസിലടിച്ച് നമ്മൾ വേവിച്ച് വെക്കുക കേട്ടോ. പിന്നെ വേവിച്ച പരിപ്പിലേക്ക് നമ്മൾ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതിൽ കൂടുതൽ പച്ചക്കറികൾ വേണമെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ പരിപ്പിലേക്ക് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്കൊന്ന് അതിൽ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും ഒന്ന് നമ്മൾ ചൂടാക്കിയെടുക്കണം. അധികം കരിഞ്ഞു പോകരുത്, അടി കരിയാതെ നമ്മൾ സൂക്ഷിച്ച് വേണം കേട്ടോ ചെയ്യാൻ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതിയേ. ഇതും കൂടെ നമ്മൾ ഈ പരിപ്പിലിട്ടിട്ട് ഒരൊറ്റ വിസിലടിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ച് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. നമ്മുടെ വേവായ പച്ചക്കറിയിലേക്ക് നമ്മൾ ഈ വാട്ടിയെടുത്ത വെണ്ടയ്ക്ക കൂടെ ചേർത്തിട്ട് കുറച്ച് ആവശ്യത്തിന് പുളിവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വരുമ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറവ് ചെയ്ത് കൊടുക്കാം. ഒരിച്ചിരി നമ്മൾ കായപ്പൊടി കൂടിയാണ് ചേർത്തേക്കുന്നത്. കായ മസ്റ്റാണ് സാമ്പാറിൽ അല്ലേ. ഇനി നമ്മൾ കടുകൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് വറവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.